ബംഗാളിൽ സിഇഒയെ ചീഫ് സെക്രട്ടറി ആക്കി 9ാം ദിവസം കേരളത്തിൽ ശ്രീ വി ഡി സതീശൻ കേരള സിഇഒയെ തൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയിരിക്കുക. എനിക്ക് സാധാവം തോന്നുന്നത് KC വേണുഗോപാൽജിയോടാണ്. പാവം, അദ്ദേഹം രാഹുൽ ഗാന്ധി പറയുന്നത് കേട്ടിട്ട് എന്തുമാത്രം വേളം വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ് ഞാനിതിലൊന്നും ഇടപെടുന്നില്ല എന്നാണ്. ഈ മുനമ്പത്തെ വഖഫ് പ്രശ്നത്തിലും അനുബന്ധമായിട്ടുള്ള വഖഫ് കയ്യേറ്റങ്ങളിലും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന് എന്ത് നിലപാടാണുള്ളത് അതറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. ആ ചോദ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. ആത്മാർത്ഥതയുടെ ഒരു അംശമെങ്കിലും അദ്ദേഹത്തിന് ബാക്കിയുണ്ടെങ്കിൽ താൻ പറഞ്ഞ വാഗ്ദാനം 10 മിനിറ്റ് കൊണ്ട് ഇത് വഖഫ് ഭൂമിയല്ല എന്നുള്ള കാര്യം ഒരു നോട്ട് എഴുതി കൊടുക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത്. അതിന് അദ്ദേഹം തയ്യാറാവുമോ എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ BJP ഉന്നയിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കുമെന്ന് പറഞ്ഞ കാര്യം എന്തുകൊണ്ട് പരിഹരിക്കുന്നില്ല? 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കുമെന്ന് പറഞ്ഞ് മുനമ്പം നിവാസികളെ വഞ്ചിക്കുകയായിരുന്നില്ലേ വി ഡി സതീശൻ? സഭാ നേതൃത്വത്തെ ആകെ വഞ്ചിക്കുകയായിരുന്നില്ലേ വി ഡി സതീശൻ? അത് കേട്ടിട്ടാണല്ലോ, അദ്ദേഹത്തിൻ്റെ വാക്ക് വിശ്വസിച്ചിട്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ അനുകൂലമായ നിലപാട് അവരെല്ലാം സ്വീകരിച്ചത്. ദീപിക പത്രത്തിൽ ഇന്ന് വിശദമായിട്ടൊരു ലേഖനം വന്നിട്ടുണ്ട് ഇത് സംബന്ധിച്ച്. നിങ്ങൾ വായിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ആ പത്രം UDFനെ വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറ്റാൻ ആത്മാർത്ഥമായി അധ്വാനിച്ചവരാണ്. അവർക്ക് എന്താണ് പറയാനുള്ളത്? അത് എന്തുകൊണ്ടാണ് അവരങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത്? വി ഡി സതീശൻ പറഞ്ഞാൽ വാക്കുപാലിക്കുന്ന ആളാണ് എന്നുള്ളൊരു ബോധ്യം അവരെ ബോധ്യപ്പെടുത്താൻ കോൺഗ്രസിൻ്റെ PR ടീമിന് സാധിച്ചു. വളരെ വഞ്ചനാപരമായ നിലപാടാണ് ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ നേതാവും ഇത്തരത്തിലുള്ള ഒരു കപട വാഗ്ദാനം നൽകി ജനങ്ങളെ കബളിപ്പിക്കാൻ പാടില്ല. അല്ലെങ്കിൽ അദ്ദേഹം നിലപാട് പറയണം. വളരെ മീഡിയ ഫ്രണ്ട്ലി ആണല്ലോ അദ്ദേഹം. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുക, മുനമ്പത്തിൻ്റെ വിഷയത്തിൽ പണ്ട് പറഞ്ഞ വാഗ്ദത്തത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? മുഖ്യമന്ത്രി ആയതിനു ശേഷം വാക്കുമാറ്റി പറയുകയാണോ? ആരുടെ സമ്മർദ്ദമാണ് ഇതിന് പിന്നിലുള്ളത്? ഉമ്മീദ് പോർട്ടലിൽ ഇത് എങ്ങനെ വന്നു എന്ന് കേരള വഖഫ് ബോർഡിനോട് ചോദിച്ചറിയാൻ അദ്ദേഹം സമയം കണ്ടെത്തിയോ? അവർക്ക് എങ്ങനെയാണ് കൈവശ സർട്ടിഫിക്കറ്റും ടാക്സ് റെസീറ്റും കിട്ടിയത്? അത് വ്യാജമാണോ, ഫോർജറിയാണോ നടന്നിരിക്കുന്നത്? ഇത്തരം കാതലായ ചോദ്യങ്ങളുണ്ട്. അതെന്തുകൊണ്ട് അദ്ദേഹം അന്വേഷിക്കുന്നില്ല? അന്വേഷിച്ചിട്ട് അദ്ദേഹത്തിന് ബോധ്യമായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹം പറയുന്നില്ല? അത് അവരുടെ ഉമ്മീദ് പോർട്ടൽ എന്ന് പറയുന്ന ഒരു പോർട്ടലുണ്ട്. ഞങ്ങൾ ഇന്നലെയാണ് ആ വാർത്ത കണ്ടത്. ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്ന് ഇന്നലെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നലെ വഖഫ് ബോർഡ് ചെയർമാൻ്റെ പത്രക്കുറിപ്പ് നിങ്ങൾ കണ്ടില്ലേ? അദ്ദേഹം പറഞ്ഞല്ലോ, ആ പത്രക്കാർ ചോദിച്ചല്ലോ അദ്ദേഹത്തോട്. അദ്ദേഹം പറഞ്ഞത് വി ഡി സതീശൻ ഇപ്പോൾ ആ നിലപാടുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയണമെന്നാണ് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും അടിയന്തരമായിട്ട് ഈ വഖഫ് ബോർഡിനെ പിരിച്ചുവിടണം. നിയമവിരുദ്ധമായിട്ടുണ്ടാക്കിയ വഖഫ് ബോർഡാണ്. വേറൊന്നുമില്ല. നേരത്തെ ഞങ്ങൾ പറഞ്ഞതാണ് ആ വിഷയം. കാരണം കോൺഗ്രസിനെ പോലെ ഇരട്ടത്താപ്പ് ഇതുപോലുള്ള ഒരു പാർട്ടി വേറെയുണ്ടോ? നോക്കൂ, 10 ദിവസത്തിനുള്ളിൽ നടന്ന ഒരു കാര്യമാണ്. ബംഗാളിൽ സിഇഒയെ ചീഫ് സെക്രട്ടറി ആക്കി 9ാം ദിവസം കേരളത്തിൽ ശ്രീ വി ഡി സതീശൻ കേരള സിഇഒയെ തൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയിരിക്കുക. എന്താണ് അതിനുള്ള ന്യായീകരണം? അപ്പോൾ ബംഗാളിലെ പാർട്ടി വേറെയാണോ, കേരളത്തിലെ പാർട്ടി വേറെയാണോ? അതല്ല, അഖിലേന്ത്യാ പാർട്ടി. എനിക്ക് സാധാവം തോന്നുന്നത് KC വേണുഗോപാൽജിയോടാണ്. പാവം, അദ്ദേഹം രാഹുൽ ഗാന്ധി പറയുന്നത് കേട്ടിട്ട് എന്തുമാത്രം വേളം വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ് ഞാനിതിലൊന്നും ഇടപെടുന്നില്ല എന്നാണ്. പാർട്ടിക്കൊരു നയമില്ലേ? വോട്ട് ചോരിയാണ്. ഇന്ത്യയിലാകെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയെ സഹായിക്കുകയാണ്. SIRൽ അട്ടിമറിയാണ്.
ആരാണ് ഇതൊക്കെ പറഞ്ഞത്? ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ കേരളത്തിൽ തോറ്റപ്പോൾ UDF ജയിച്ചപ്പോൾ ബാക്കി എല്ലാവരെക്കാളും കൂടുതൽ 102 സീറ്റ് UDFന് കിട്ടിയപ്പോൾ ഇത് വോട്ട് ചോരിയാണെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങൾ ജയിക്കുന്നിടത്തെല്ലാം വോട്ട് ചോരി എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിക്ക് നാണമുണ്ടോ? കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായിട്ട് നടത്തിയ ഒരാൾ എന്ത് പാരിതോഷികത്തിൻ്റെ പേരിലാണ് നിങ്ങൾ വെച്ചത്? VD സതീശൻ വെച്ചിരിക്കുന്ന എല്ലാവരും ഓരോരോ കാരണങ്ങൾ കൊണ്ട് പാരിതോഷികമായി വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അസ്വസ്ഥത ഉണ്ടാകുന്ന കാര്യമായതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അദ്ദേഹം നിയമിച്ചിരിക്കുന്ന എല്ലാവരെയും നിങ്ങൾ എടുത്തു നോക്കിയാൽ കഴിഞ്ഞ ആഴ്ച വരെ AICCയെ ബള്ളു പറഞ്ഞിരുന്ന ഒരാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുകയാണ് ഇപ്പോൾ. കഴിഞ്ഞ ആഴ്ച വരെ നിങ്ങളെല്ലാവരും കണ്ടതാണ്, ഞാനൊരു കള്ളം പറയുന്നതല്ല. കഴിഞ്ഞ ആഴ്ച വരെ എല്ലാ ദിവസവും 8 മണിക്ക് AICC നേതൃത്വത്തെ ബള്ളു പറഞ്ഞ ഒരാൾ VD സതീശനെ ഉപദേശിക്കുക. ഞങ്ങൾക്കതിലൊന്നും പരാതിയില്ല, അത് അവർ തീരുമാനിക്കട്ടെ. KC വേണുഗോപാലും ചെന്നിത്തലയൊക്കെ ഇക്കാര്യത്തിൽ എന്ത് പറയുന്നു എന്ന് കേൾക്കാനുള്ള ഒരു താല്പര്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ.